അല്ല, ഈ പൊങ്കാല സംബന്ധിച്ച് കഴിഞ്ഞ തവണ ഈ നഗരസഭയിലുണ്ടായൊരു വസ്തുത പറയുന്നത് കുടിവെള്ള ക്ഷാമം രൂക്ഷമായിരുന്നു. അത് വാട്ടർ അതോറിറ്റിയാണ് അതിൻ്റെ ഉത്തരവാദി. പലയിടത്തും വെള്ളം കിട്ടിയില്ല. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് പോലും കുടിവെള്ളം കിട്ടിയിരുന്നില്ല. അപ്പോൾ വളരെയധികം നിരുത്തരവാദിത്തപരമായിട്ടുള്ള സമീപനമാണ് വാട്ടർ അതോറിറ്റി സ്വീകരിച്ചത്. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ പൊങ്കാല സംബന്ധിച്ച് എന്താണ് വിവാദത്തിൻ്റെ കാര്യമെന്ന് എനിക്കറിയില്ല. അങ്ങനെ കാര്യമായ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാനൊക്കെ അവിടെ ക്ഷേത്രത്തിൽ പൊങ്കാല സമയത്ത് ഉണ്ടായിരുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ അതായത് പെട്ടെന്ന് തന്നെ നഗരം വെടിപ്പായിട്ടില്ല. ഏതാണ്ട് 24 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട്. അത് ഞാനും അനുഭവസ്ഥനാണ്. കാരണം ഞാനൊന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ പോകുമ്പോൾ സാധാരണ ഉണ്ടാവുന്ന പോലെ പെട്ടെന്നൊരു ശുചീകരണം നടന്നിട്ടില്ല. ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 24-30 മണിക്കൂർ താമസം ഉണ്ടായി. എന്താ അതിന്റെ പരിസരത്ത് എന്താ? അല്ല, അത് ചിലപ്പോൾ യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ പോലെ പെട്ടെന്ന് ക്ലീൻ ആക്കുന്നൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഒരു മെയിൻ റോഡിൽ തന്നെ ഏതാണ്ട് 30 മണിക്കൂറോളം താമസം എടുത്തിട്ടുണ്ട്. അത് നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള വീഴ്ചയില്ല, അത് സംശയമൊന്നുമില്ല. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഈ കുടിവെള്ളമില്ലാത്ത വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. അത് വാട്ടർ അതോറിറ്റി കാര്യമായ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾ ഇതുവരെ സമീപിച്ചിട്ടില്ല. അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തുടരണോ വേണ്ടെന്നുള്ള അദ്ദേഹത്തിനാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോഴും അദ്ദേഹമായിട്ടൊന്നും പാർട്ടി ബന്ധപ്പെട്ടിട്ടില്ല. ഏതാ? അല്ല, അത് അദ്ദേഹത്തിന്റെ തീരുമാനം വരട്ടെ. മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. പക്ഷേ ഒരു കാര്യം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് പഴയതുപോലെ ഒരു കേരള പാർട്ടിയല്ല. അതിന്റെ മുഖ്യമായ കാരണം ആ പാർട്ടിയുടെ നയങ്ങളിൽ വന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഒരു സർക്കാരിനെ നിലനിർത്താൻ വേണ്ടി കളിക്കുന്ന വൃത്തികെട്ട കളികൾ. അതിന് ആ രീതിയിൽ ആ വാക്കിൽ ഞാൻ പ്രയോഗിക്കുകയാണ്, വൃത്തികെട്ട കളികൾ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് മുൻകാല ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഔദ്യോഗികമായിട്ടൊരു പ്രസിദ്ധീകരണം നടത്തും. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിലവിലുള്ള ഗവൺമെന്റിനെ കുറിച്ച് എന്തും പറയാം, ഉയർത്തി പറയാം. അത് അവരുടെ ജോലിയാണ്, ഗവൺമെന്റിന്റെ ഭാഗമാണ് PRDO എന്ന് പറയുമ്പോൾ. പക്ഷേ മുൻ സർക്കാരിനെ പറ്റി വിമർശിക്കാൻ ഇവർക്ക് എന്താ അവകാശം? ഞങ്ങളതിന് വളരെ ഗൗരവത്തിൽ കാണുന്നു. അടുത്ത UDF സർക്കാർ വന്നാൽ ഇത് പ്രസിദ്ധീകരിക്കാൻ നേതൃത്വം നൽകിയവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കും, നടപടി സ്വീകരിക്കും. ഒരു സംശയം അക്കാര്യത്തിലില്ല. നികുതി പണം കൊണ്ട് പഴയകാല സർക്കാരുകളെ വിമർശിക്കുന്ന സിസ്റ്റം ഇതോടെ അവസാനിപ്പിക്കണം. എല്ലാം പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാരാരാണോ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അവരാരും മര്യാദയ്ക്ക് പെൻഷൻ വാങ്ങാൻ പോകുന്നില്ല.